എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഉഴുന്നും പരിപ്പും ഉപയോഗിക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വടയാണിത്. അപ്പോൾ അത് എങ്ങനെയാണെന്നല്ലേ? അതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കറിൽ ഒരു 6 വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ അതിൻ്റെ എയർ തുറന്ന് വിട്ട് ഉരുളക്കിഴങ്ങ് വെളിയിലെടുത്ത് വെച്ചിട്ട് വേണം തണുപ്പിക്കാൻ. അല്ലെങ്കിൽ ഉടച്ചെടുക്കുമ്പോൾ വെള്ളമയം കൂടുതലായിരിക്കും. ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയതാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഞാനിവിടെ അവസാനത്തെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മസാല ആഡ് ചെയ്യുമ്പോഴത്തേക്കും ശരിയായിട്ട് മിക്സ് ആവത്തില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് ഉടച്ചെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർക്ക് യൂസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാവുമ്പോൾ നമുക്ക് ഒട്ടും കട്ടയില്ലാതെ നല്ല രീതിയിൽ ഉടച്ചെടുക്കാൻ പറ്റും. സ്പൂണും യൂസ് ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സ്പൂണും യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടത്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി കൂടി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം, എന്നാലേ അത് എല്ലായിടത്തും ഒരേപോലെ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കത്തില്ലേ മാവ്, അതുപോലെ ആ ഒരു രീതിയിൽ ആ ഒരു പരുവത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. പിന്നീട് 1 ടീസ്പൂൺ റവ കൂടി ഇട്ട് കൊടുക്കണം. റവ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ക്രിസ്പി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യണം. റവയും കോൺഫ്ലോറും ഒക്കെ എല്ലായിടത്തും ആകാൻ പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ, ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ മാവ് ഏകദേശം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിയില അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. ആദ്യമേ മിക്സ് ചെയ്ത പോലെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴക്കത്തില്ല, ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് വട ഉണ്ടാക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വെക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കൈ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇനി അല്പം മാവ് എടുക്കുക. എന്നിട്ട് ഈ രീതിയിൽ നമ്മളൊരു ചെറിയൊരു ഉണ്ട പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം കയ്യിലിട്ടൊന്ന് പരത്തി ഒരു വടയുടെ ഷേപ്പിൽ ആക്കിയെടുക്കണം. മറിച്ചും തിരിച്ചിട്ട് ഒന്ന് ഇതാക്കിയെടുക്കണം. പിന്നെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ സാധാരണ ഉഴുന്ന് വടയ്ക്കൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഹോളിൻ്റെ ആ സൈഡൊക്കെ റെഡിയാക്കി എടുക്കുക. നമുക്കത് മാറ്റി വയ്ക്കാം. വീണ്ടും അതുപോലെ മാവെടുത്ത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക.
നമ്മുടെ വട ഇട്ട് ഉടനെ തന്നെ നമ്മൾ തിരിച്ചിടരുത്. അങ്ങനെയാണെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരല്പസമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തിരിച്ച് ഇടുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ വേവിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തെ കളർ കണ്ട് നമ്മൾ വെന്തു എന്ന് വിചാരിച്ച് എണ്ണയിൽ നിന്ന് കോരിയെടുക്കും, പക്ഷേ അകം വെന്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ വടകളൊക്കെ എണ്ണയുടെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ടപ്പോൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, താഴെയായിരുന്നു. ഇപ്പം കുറച്ചൊരു വേവായപ്പോഴത്തേക്കും മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വടകളുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. കോരിയെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. കോരിയെടുത്ത് കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിക്കൊള്ളുക കേട്ടോ. ഞാൻ കാസറോളിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് ഇത് കോരിയെടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെറ്റ് വടകൾ ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ മറിച്ചും തിരിച്ചും ഇട്ട് നമ്മുടെ വടകൾ വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. രണ്ടാമത്തെ സെറ്റും ഞാനിവിടെ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നുവട പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ടേസ്റ്റിൽ മാത്രമേ അല്പം വ്യത്യാസമുള്ളൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.